മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ പുനരധിവാസ പട്ടികയിൽ അപാകത. ടൗൺഷിപ്പിനുള്ള ഉപഭോക്താക്കളുടെ പട്ടികയിൽ പിഴവുണ്ടെന്നാരോപിച്ച് ദുരന്തബാധിതർ മേപ്പാടി പഞ്ചായത്ത് ഓഫീസിൽ പ്രതിഷേധിക്കുകയാണ്. അർഹരായ പലരെയും ഉൾപ്പെടുത്തിയിട്ടില്ലെന്നും പേരുകളിൽ ഇരട്ടിപ്പുണ്ടെന്നുമാണ് ആക്ഷേപം. 8,000-നും 10,000-നും 12,000 വാടക കൊടുത്തിട്ട് ഞങ്ങൾ നിൽക്കുന്നുണ്ട്. 6,000 തരുന്നുള്ളൂ. ബാക്കി കൂലിപ്പണി എടുത്തിട്ടാണ് ഈ ബാക്കി വാടക ഞങ്ങൾ കൊടുക്കുന്നത്. എത്ര കാലം കൊടുക്കാൻ പറ്റും? പണനമാട് വേഗം വെട്ടിമുറിച്ച് അതിന് ഒഴിവാക്കി, ഞങ്ങളെ പഞ്ചായത്തിനെ ഒഴിവാക്കി, അതിനെളുപ്പം കഴിഞ്ഞു. പക്ഷെ നമുക്ക് ഇങ്ങോട്ടുള്ള ഒന്നുമില്ല. സർക്കാരിന്റെ കാര്യം കറക്റ്റ് ചെയ്തു. ഞങ്ങൾ ഓൾ പാർട്ടി മീറ്റിംഗ് വിളിച്ച് അപാകതകളില്ലാണ്ട് തയ്യാറാക്കിയ ലിസ്റ്റാണ് ഞങ്ങളുടെ കയ്യിലുള്ളത്. ആ ലിസ്റ്റ് അംഗീകരിക്കില്ല എന്ന് പറയുമ്പോൾ ഇത് ആളുകൾക്കൊന്നും കിട്ടരുതെന്നാണല്ലോ സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം. ഒരു സ്ഥലം എടുത്ത് കൊടുക്കേണ്ട പ്രശ്നം മാത്രമുള്ളവർക്ക് വീട് കൊടുക്കാൻ നിരവധി സംഘടനകൾ, രാഷ്ട്രീയ പാർട്ടിക്കാർ മുന്നോട്ട് വരുന്നുണ്ട്. 5 മാസമല്ല 10 മാസമല്ല 5 കൊല്ലം തീരുമെന്ന് ഞങ്ങൾക്കൊരു പ്രതീക്ഷയില്ല. ഞങ്ങൾ നഷ്ടപ്പെട്ട വീട് ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ. പട്ടിക തയ്യാറാക്കിയത് സബ് കളക്ടറാണെന്നാണ് പഞ്ചായത്ത് അധികൃതരുടെ വിശദീകരണം. കളക്ടർ എത്താതെ പ്രതിഷേധം അവസാനിപ്പിക്കില്ലെന്ന നിലപാടിലാണ് ദുരന്തബാധിതർ. പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്യാനാണ് പോലീസിന്റെ നീക്കം. ദീപക് മോഹനുണ്ട് തത്സമയം വിവരങ്ങളുമായി. ദീപക്, എന്തായാലും ഈ കരട് പട്ടിക അംഗീകരിക്കില്ല എന്ന് പ്രതിഷേധക്കാർ ഉറപ്പിച്ചു പറയുന്നുണ്ട്. എന്തൊക്കെ അപാകതകളാണ് ഇവർ ഇന്നലെ രാത്രിയോടെ പുറത്തുവിട്ട് ഈ കരട് പട്ടികയിൽ ചൂണ്ടിക്കാണിക്കുന്നത്? ഒപ്പം ഇവർ പരാതി നൽകിയിട്ടുണ്ടോ? കളക്ടർ എത്തുമോ സ്ഥലത്ത്? ആര്യ, ഈ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ ടൗൺഷിപ്പിലെ ഉപഭോക്താക്കളുടെ ലിസ്റ്റിലാണ് ഇത്തരത്തിൽ വലിയ അപാകതകളുണ്ടെന്നുള്ള രീതിയിൽ ആരോപണം ഉയർന്നിട്ടുള്ളത്. അതിൽ പ്രധാനമായും മുണ്ടക്കൈ വാർഡിലെ, അതായത് മേപ്പാടി പഞ്ചായത്തിലെ 11ാം വാർഡായ മുണ്ടക്കൈയിലെ ദുരന്തബാധിതരായ 191 ആളുകൾ നേരത്തെ സർവകക്ഷി യോഗം ചേർന്ന പഞ്ചായത്തിൽ 500-ലധികം ആളുകളുടെ ലിസ്റ്റ് പഞ്ചായത്തിൽ നിന്ന് ജില്ലാ ഭരണകൂടത്തിന് സമർപ്പിച്ചിരുന്നു. എന്നാൽ ഈ ജില്ലാ ഭരണകൂടം, അതായത് സബ് കളക്ടർ പുറത്തുവിട്ട ഈ റിപ്പോർട്ടിലാണ് 191 ആളുകളുടെ ഈ മുണ്ടക്കൈ വാർഡിലുള്ള ആളുകളുടെ ഡീറ്റെയിൽസ് പുറത്തു വന്നത്. അതുമായി ബന്ധപ്പെട്ട് പ്രധാനമായും പറയുന്നൊരു കാര്യം, ദീപക് തുടരാം. അതുമായി ഈ ലിസ്റ്റിൽ നിലവിൽ ഒരാളെ തന്നെ 3 തവണ എൻട്രി ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം മുണ്ടക്കൈ വാർഡിലുള്ള ചില ആളുകൾ, അർഹരായ ചില ആളുകളെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുമില്ല. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് മുണ്ടക്കൈ ചൂരൽമല ആക്ഷൻ സമിതിയുടെ നേതൃത്വത്തിൽ മേപ്പാടി പഞ്ചായത്തിലേക്ക് വലിയ പ്രതിഷേധം നടന്നത്. പഞ്ചായത്തിലെ കോൺഫറൻസ് ഹാളിലേക്ക് പ്രതിഷേധക്കാർ ഇരച്ചു കയറുകയും അവിടെ എത്തി പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളെ ഘെരാവോ ചെയ്യുന്ന രീതിയിലേക്കുമൊക്കെ കാര്യങ്ങൾ കടന്നു. പിന്നീട് പോലീസ് എത്തി സ്ഥിതിഗതികൾ ശാന്തമാക്കി. അതിനിടയിൽ ഈ പ്രധാനമായും ഈ പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടത് ADMO അല്ലെങ്കിൽ സബ് കളക്ടറോ ഇവിടെ എത്തിച്ചേരുക, ഇല്ലാതെ സമരം അവസാനിപ്പിക്കില്ലെന്ന നിലപാടിലായിരുന്നു. പിന്നീടാണ് ഇവർ പഞ്ചായത്ത് അധികൃതരുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് ഇപ്പോൾ സമരം ഏതാണ്ട് അവസാനിച്ചിട്ടുള്ളത്. എന്നാൽ കുറച്ച് സമരക്കാർ ഇപ്പോഴും ഓഫീസിനകത്ത് തുടരുന്നുണ്ട്. അവർ പറയുന്നത് സബ് കളക്ടറാണ് ഇതിന് ഉത്തരവാദി. മേപ്പാടി പഞ്ചായത്ത് അധികൃതരുമായി നമ്മൾ സംസാരിച്ചപ്പോൾ പഞ്ചായത്ത് അധികൃതരും പറയുന്നത് പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു വീഴ്ച വന്നിട്ടില്ല, പകരം ഈ സബ് കളക്ടറും റവന്യൂ ഉദ്യോഗസ്ഥരുമാണ് ഇതിലെ കുറ്റക്കാർ എന്നുള്ള രീതിയിലാണ് പരാമർശമുണ്ടായത്. ആര്യ, ഓക്കെ, ദീപക് മോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്.